ഹലോ ഗായ്സ്, ഫിദുട്ടിൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഇന്നലെയല്ല 2 ദിവസം മുമ്പ്. പിന്നെ ഡെയിലി വീഡിയോ പോസ്റ്റ് ആക്കുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോ എല്ലാം ഡിലേ ആവും. പിന്നെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഇടുന്ന ആ ഒരു മൂഡ് അങ്ങ് പോയി കിട്ടുന്നുണ്ട്. അതൊക്കെ പോട്ടെ. സ്കൂളിൽ ഓണം സെലിബ്രേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കിയതിന് മുമ്പ് തന്നെ ഞങ്ങൾ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആകുമ്പോഴത്തേക്കും ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ധാവണിയൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ടീച്ചർ വിളിച്ച് പറഞ്ഞു ഓണം സെലിബ്രേഷൻ്റെ അന്ന് മോള് മലയാളി മങ്കയുടെ കോസ്റ്റ്യൂം ഇട്ട് വരണമെന്ന്. പിന്നെ ഫിദ ഒന്നും നോക്കിയില്ല, ടീച്ചർ പറഞ്ഞതല്ലേ അത് തന്നെ മതി എനിക്കെന്നുള്ള രീതിയിൽ അവൾ അങ്ങ് സെറ്റായി. വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ തന്നെ തലേന്ന് പോയി വാങ്ങിച്ച് റെഡിയാക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടിട്ട് രാവിലെ തന്നെ അവളുടെ കൂട്ടുകാരുടെ അമ്മയെ കൊണ്ട് അവളെ റെഡിയാക്കി ഞങ്ങൾ നേരെ ടൈമിന് തന്നെ സ്കൂളിലെത്തിയപ്പോൾ എൻ്റെ പൊന്നോ പറയണ്ട ലെവലായിരുന്നു. വലിയ കുട്ടികളും കുഞ്ഞു കുട്ടികളും എല്ലാം ടീച്ചർമാർ കൊടുത്ത അത് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പിള്ളേർ ഒരേ പൊളിയായിരുന്നു. ധാവണി ആവട്ടെ, പട്ടുപ്പാവാടയാവട്ടെ, മുണ്ടും നേരിയതും ആവട്ടെ, എന്തോ മാവയിൽ നിൽക്കുന്ന നിപ്പ് വേണ്ട, എന്ത് രസമായിരുന്നെന്നറിയോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എന്ത് പറയാനാ, ഞാനൊന്നും പറയുന്നില്ല. സ്ട്രിക്റ്റ് ഒരേ സ്ട്രിക്റ്റ്. നമ്മളുടെയൊക്കെ കാലത്തുള്ള ഓണം സെലിബ്രേഷൻ, എനിക്ക് എൻ്റെ കാലത്തുള്ള ഓണം സെലിബ്രേഷനൊന്നും ഓർത്തിട്ട് പോലും ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു രസം തന്നെയല്ലേ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. നമ്മൾ പാരൻസ് ആവട്ടെ ടീച്ചർമാരാവട്ടെ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള ജയവും. ഇതുപോലുള്ള സ്കൂൾ സെലിബ്രേഷൻസിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത എന്നെ പോലുള്ള ഒരുപാട് പേര് ഉണ്ടായിരിക്കണം. അതിന് പോവല്ലേ മുത്താപ്പ വഴക്ക് പറയും, ഇതിന് പോവല്ലേ മാമ വഴക്ക് പറയും, ഒല്ലോ ഉപ്പുപ്പ അറിഞ്ഞാലുണ്ടല്ലേ തല വെട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് നമ്മളുടെ കുട്ടിക്കാലം ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും കിട്ടാത്ത ഒരുപാട് പേര് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് പക്ഷേ ആരും ഇപ്പോൾ പുറത്ത് പറയത്തൊന്നുമില്ല. എല്ലാവരും എന്നെ ഭയങ്കര ഫ്രീഡത്തിലാണ് വളർത്തിയത് എന്ന് പറഞ്ഞ് നടക്കാനായിരിക്കും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. അതൊക്കെ പോട്ടെ, പക്ഷേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫിദുവിനെ എല്ലാത്തിലും സപ്പോർട്ട്, അവളുടെ ഓരോ ഇഷ്ടങ്ങളിലാവട്ടെ ആഗ്രഹങ്ങളിലാവട്ടെ അവളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ലൊരു കൂട്ടുകാരി എന്നുള്ള നിലയിലെങ്കിലും എനിക്ക് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴത്തേക്കും അവൾ ചിന്തിക്കണം, എൻ്റെ ഇത്തായി അടുത്ത് എനിക്ക് എല്ലാം പറയാൻ പറ്റും, എൻ്റെ ഉമ്മയുടെ എനിക്ക് എല്ലാം പറയാൻ പറ്റും, എൻ്റെ ഉമ്മ എൻ്റെ പിന്നിലുണ്ട് എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവണം. ഞാൻ ആയതുപോലെ അവൾ ആവരുത്. അപ്പോൾ ശരി, ബൈ, ടാറ്റാ.